ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് ഈ ഒരു ബോക്സ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഈ ക്രാഫ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇതിനുള്ള ഫുള്ള് ക്ലേൻ്റെ ഐറ്റംസാണ്. അപ്പോൾ ഒരു 2-3 മാസം മുമ്പേ എനിക്കൊരു ക്ലേ പ്രാന്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ സാധനങ്ങൾ പണ്ട് വാങ്ങിച്ചു വെച്ചതാണ്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഒരു ബോക്സിലിട്ട് വെച്ചാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്ലേ മാത്രമില്ല, അത് ഞാൻ എടുക്കാമെന്ന് വെച്ചിട്ട് വേറെ സൈഡിൽ വെച്ചാണ്. എടുക്കാൻ മറന്നു. അപ്പം ഇപ്പോൾ കാണിച്ച ബോട്ടിലാണ് അതിൽ ക്ലേ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കൊരു ഡയറി വേണം കേട്ടോ. മീൻസ് കട്ടിങ് മാറ്റ് ഇല്ലാത്തവർക്കാണ് ഡയറി ഉണ്ടെങ്കിൽ. കട്ടിങ് മാറ്റ് ഇല്ല, അപ്പോൾ കട്ടിങ് മാറ്റ് ഉണ്ടെങ്കിൽ അതന്നെ മതി. പിന്നെ എൻ്റെ കയ്യിലുള്ള ക്ലേ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചു എന്തായാലും പുറത്തേക്ക് എടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാത്ത ക്ലേ ആണ്. ഇതൊക്കെ യൂസ് ചെയ്ത ക്ലേ ആണ്. മീൻസ് യൂസ് ചെയ്തിട്ട് ബാക്കി ഉരുട്ടി വയ്ക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാം ഭയങ്കര ടൈറ്റായിരുന്നു. ഈ ബ്ലാക്കൊക്കെ എന്തൊരു സോഫ്റ്റ് ആയിരുന്നു പണ്ടെന്ന് അറിയാം. അതിപ്പോൾ ഭയങ്കര കട്ടിയായിട്ട്, മീൻസ് കഴിക്കാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷെ അത് ഭയങ്കര കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഏതൊക്കെയാണ് വർക്ക് ചെയ്യാത്തത്, ഏതൊക്കെയാണ് മീൻസ് ക്വിസ് ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ സാനിറ്റൈസർ വേണം. ഒരു 3 ഡ്രോപ്സ് സാനിറ്റൈസർ. സ്പ്രേ ആണെങ്കിൽ ഒരു 2 സ്പ്രേ മതിയാവും, 2 സ്ക്വീസ് മതിയാവും. എന്നിട്ട് നമ്മുടെ ക്ലേ എടുത്ത് നന്നായി അങ്ങോട്ട് കുഴയ്ക്കുക. മീൻസ് നന്നായി വർക്ക് ചെയ്യണ ക്ലേ ആണെങ്കിലും നന്നായി ഇത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാനുണ്ടാക്കിയ റൂളാണ് കേട്ടോ. ഞാൻ എവിടെയും കണ്ടിട്ടൊന്നുമില്ല. എന്നാലും ആ കളറ് പോരാ, അതുകൊണ്ട് ഞാൻ കളറ് മാറ്റി. അപ്പോൾ ഈ കൈ കൊണ്ട് കളിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട എൻ്റെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ ഞാൻ പുതിയ ക്ലേ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു ഡാർക്ക് ഡീപ്പ് ബ്ലൂ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു കത്രിക വെച്ചിട്ടൊക്കെയാണ് മുറിക്കുന്നത്. അങ്ങനെ മുറിക്കാൻ എനിക്ക് ഇതറിയില്ല, എന്നാലും പറയാണ്. ഇത് വെച്ചിട്ട് ഞാൻ കത്രിക വെച്ച് മുറിച്ചു. എന്നിട്ട് ഇങ്ങനെ മുറിച്ചാൽ അത് പോരില്ല എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് ശ്രമിച്ചു, എന്നിട്ട് പറ്റുന്നില്ല. അപ്പം എന്നിട്ട് ഞാൻ അവസാനം ഇങ്ങനെ മുറിച്ചു. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. അതും ബ്ലാക്ക് പോലെ തന്നെയായിരുന്നു. ഫസ്റ്റ് ബ്ലാക്ക് പോലെ തന്നെയായിരുന്നു കേട്ടോ. ബ്ലാക്കും ഇത്ര സോഫ്റ്റ് ആയിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്നിട്ട് ബ്ലാക്ക് ഇപ്പോൾ കുറച്ച് നേരം വെച്ചപ്പോൾ ഇങ്ങനെ ആയി. അപ്പോൾ ഇതും കുറച്ച് നാൾ വെച്ചാൽ നല്ല കട്ടിയാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എന്നിട്ട് ഇത്തിരി ക്ലേ എടുക്കുക. ആദ്യം തന്നെ നന്നായി കുഴയ്ക്കുക, എന്നിട്ട് ഇത്തിരി ക്ലേ അതൊന്ന് എടുക്കുക കേട്ടോ. സ്ലോ മോഷനിൽ എടുക്കുകയാണ് കേട്ടോ ഞാൻ. എന്നിട്ട് അതൊന്ന് ഉരുട്ടിയിട്ടുണ്ട്. എന്നിട്ട് എന്തൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ഇപ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. മീൻസ് ഞാൻ സൈഡിലൊരു സാധനം തപ്പിക്കൊണ്ടിരിക്കുകയാണ് ബോക്സിൻ്റെ ഉള്ളിൽ. അതാണ് ഇതിങ്ങനെ വെച്ചിട്ട് കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധനം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടി. അപ്പോൾ ഈ ബ്ലേഡൊക്കെ പൊട്ടി തകർന്നതാണ്. ഇതിൽ നല്ലതുണ്ട്, പക്ഷെ അത് യൂസ് ചെയ്യാത്ത കാരണം ക്ലേ ഒക്കെ ഇതിൽ ഒട്ടിപ്പിടിച്ചു ആകെ നാശമാവും. അപ്പോൾ പിന്നെ പേപ്പറും കാർഡ്ബോർഡൊന്നും മുറിക്കാൻ പറ്റാതെയാവും. അതുകൊണ്ടാണ് ഞാൻ നാശമായത് ഇതിനെ ഉപയോഗിക്കുന്നത്. അപ്പം എന്തായാലും വലിയ വർക്കൊന്നും അല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ക്ലേ വെച്ചിട്ട് ഞാനൊരു സ്കൾപ്ചർ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുമോ? എനിക്കറിയില്ല, ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു 5 പീസ് വേണം കേട്ടോ. നമുക്ക് ഒരു 5 ഈക്വലായിട്ടുള്ള ബോളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരെണ്ണം ഭയങ്കര രണ്ടെണ്ണം അല്ല, ഒരെണ്ണം ഭയങ്കര ചെറുതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഉരുട്ടിയതാണ് ഏറ്റവും ചെറുത്. എന്നിട്ട് എല്ലാം ഒന്ന് നല്ല ഉണ്ടയാക്കി എടുക്കുക. ബാക്കിയുള്ള നമുക്ക് ഉരുട്ടിലാക്കിയിട്ട് മറ്റേ ബോക്സൊക്കെ തന്നെ പാത്രത്തേക്ക് തന്നെ ഇടാം. പറയാൻ മറന്നു ഒരു കാര്യമുണ്ട്. ഇത് നമ്മുടെ സെക്കൻഡ് ലോങ് വീഡിയോ ആണ് കേട്ടോ. മോർണിംഗ് ലൈഫിൽ ഞാൻ ഇത് സെക്കൻഡാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഷേപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മളൊരു ബോൾ എടുക്കുക. എന്നിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത് നോക്കണ്ട, അത് അറിയാതെ ഞാൻ ചെയ്തതാണ്. അപ്പോൾ എന്നിട്ട് ഡയറിയുടെ മീത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വലിക്കുക. എന്നിട്ട് ലാസ്റ്റ് തുമ്പത്ത് കൈ വെച്ചിട്ട് ഇങ്ങനെ 2 സൈഡും അമർത്തി കൊടുക്കുക. അപ്പം ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. പെറ്റലിൻ്റെ ഞാനിപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഷേപ്പാണ് കേട്ടോ.
എനിക്കറിയില്ല. എന്നാലും എനിക്കിഷ്ടപ്പെട്ടു ഈ ഷേപ്പ് ഉണ്ടാക്കണ പണി. കണ്ണാൽ നല്ല രസമുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഫ്രെയിം ഇറങ്ങുന്നുണ്ട്, അത് ക്ഷമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത് സെക്കൻഡ് വീഡിയോ എന്നാണ് പറഞ്ഞത്. ഗിവ് അവേ വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ പണ്ട്. അപ്പോൾ ഞാൻ സെക്കൻഡ് വീഡിയോ മാറ്റി അത് ഡിലീറ്റ് ചെയ്തു ഗിവ് അവേ. അപ്പോൾ അത് ഫസ്റ്റ് വീഡിയോ, ഇത് സെക്കൻഡ് വീഡിയോ ആണ്. പിന്നെ എല്ലാ പെറ്റലും ഇങ്ങനെ ആക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഈ കോപ്രായം നിങ്ങളാരും കാര്യമാക്കണ്ട. അതിലൊരു കരടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഒട്ടിക്കാനും പറ്റുന്നില്ല. കയ്യിൽ നിന്ന് വിട്ടു പോരണമില്ല. അത് കയ്യിൽ നിന്ന് വിട്ടു പോരുകയാണെങ്കിൽ വേറെ സ്ഥലത്ത് പോയിട്ടാണ് കിടക്കുക. കണ്ടോ, ഇപ്പോൾ കാണുന്ന ഒരു ഡ്രസ്സല്ലേ. അതിൻ്റെ നടു ഒന്ന് നന്നായി നന്നായിട്ടല്ല, ഒരു രസത്തിൽ അമർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ യെല്ലോ ക്ലേ എടുക്കണം. യെല്ലോ ക്ലേ അതെന്താ ഞാൻ എടുക്കാത്തതെന്ന് എനിക്കറിയില്ല. പാത്രം എടുത്തുകൊണ്ടിരിക്കുകയാണ്. പാത്രം എടുത്തിട്ട് അതിന് യെല്ലോ കളർ എടുക്കുക. നിങ്ങളുടെ കയ്യിൽ പാത്രമൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും യെല്ലോ ക്ലേ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് കളർ കോമ്പിനേഷനിലാണെങ്കിൽ ചെയ്യുക കേട്ടോ. മീൻസ് യെല്ലോ ഇതിൻ്റെ നടുവിൽ നല്ലൊരു രസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യെല്ലോ തന്നെ എടുത്തത് നടുവിൽ. പുറത്ത് ഞാൻ ഇത് മുമ്പേ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അത് വേറെ ടൈപ്പ് ഫ്ലവർ പെറ്റലാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇപ്പം തന്നെ കണ്ടുപിടിച്ചതാണ്, അതുകൊണ്ടാണ്. എന്നിട്ട് ക്ലേ കുഴയണില്ലെങ്കിൽ ഇത്തിരി സാനിറ്റൈസറും കയ്യിലെടുക്കുക. എന്നിട്ട് അത് എല്ലായിടത്തേക്കും പരത്തുക. എന്നിട്ട് ആ ക്ലേ നന്നായി പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് രണ്ട് സൈഡും ദോശ മറിച്ചിടുന്ന പോലെ മറിച്ചിട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ക്ലേ എടുത്ത് ഉരുട്ടുക. മീൻസ് അത്രയും ഞാൻ എടുത്ത സാനിറ്റൈസർ കുറച്ച് കൂടി ഉണ്ടായിരുന്നു. മീൻസ് നന്നായി ഉരുള ക്ലേ ആവുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സ്പ്രേ സാനിറ്റൈസർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു സ്പ്രേ അടിച്ചിട്ട് മീൻസ് ഒരു എന്താ പറയുക എനിക്കറിയില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അവസാനം നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അവസാനം അത് എടുക്കാൻ നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഗൈസ്. ഇപ്പം ഞാൻ വിചാരിച്ചത് ഒന്നുമില്ല, ഗ്ലൂ എടുത്ത് ഒട്ടിക്കുക. അപ്പോൾ ഞാൻ ഒട്ടിച്ച ലാസ്റ്റത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ല, ഒരു നല്ല അവസ്ഥയാണ്. എന്നാലും അതെടുക്കാൻ നോക്കിയപ്പോൾ നിങ്ങൾ നോക്കിട്ട എടുക്കാൻ പറ്റി എനിക്ക്. പക്ഷേ അതിൻ്റെ ഞാൻ ലാസ്റ്റ് പറയാം. എന്നിട്ട് ഒന്ന് ഉള്ളിലേക്കാക്കി കൊടുത്തു. അപ്പോൾ നല്ല വിടരാൻ നിൽക്കണ പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രാഫ്റ്റ് വീഡിയോസാണോ ഇഷ്ടം, അതോ അങ്ങനെ മോർണിംഗ് ഇൻ മൈ ലൈഫ് അങ്ങനത്തെയാണോ ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ശരിക്കുള്ള ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. എനിക്കത് പിന്നെയും പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് യെല്ലോയും ബ്ലൂവും വേറെ ആക്കിയിട്ട് ഞാൻ മിക്സ് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. രണ്ടിന്നും ഇത്തിരി ക്ലേ അവിടെ നിന്ന് എടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തു ഗൈസ്. ബ്ലൂവിലൊരു കുഴി കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് യെല്ലോ ഒരു ഉണ്ടയാക്കിയിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് അത് അടച്ചു. എന്നിട്ട് ഞാൻ കൈ കൊണ്ടെടുത്തിട്ട് അത് മിക്സ് ചെയ്യണം ചെയ്ത്. എനിക്ക് വല്ല വട്ടുണ്ടോ നിങ്ങൾ വിചാരിക്കും കേട്ടോ. കണ്ട അങ്ങനെ തന്നെ കുട്ടിക്കൊക്കെ വട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ